ഗ്രാമസഞ്ചാരം എന്ന ഞങ്ങളുടെ പുതിയ എപ്പിസോഡിൽ ഞങ്ങൾ ഇന്ന് സഞ്ചരിച്ചത് മൊഗ്രാൽ കണ്ണംവളപ്പ് റോഡിലൂടെയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അല്ലിച്ച് ചക്കിളി സേവ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാങ്കി റോഡ് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. ഓർമ്മക്ക് ഈ റോഡ് ഇടണം എന്നാണ് ഞങ്ങളുടെ ശക്തമായ ആവശ്യം. എന്ത് പറയുന്നു? പേര് ഈ റോഡിന് നാങ്കി റോഡിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ ഗ്രാമസഞ്ചാരം. ഒന്നിച്ചിട്ട് ചെറുപാലിൻ്റെ ഒട്ടേ കളിച്ചു വളർന്ന രണ്ട് വ്യക്തികളുണ്ട് നമ്മളെ അപ്പൊ അവർക്ക് കുത്തിരിപ്പം മൊത്തം ഒരുപാട് പറയാനുണ്ടാവും. ഞാനുണ്ടാകുന്ന റൂട്ട് എന്നെ നന്നാക്കി തരുന്നതും എന്നെ കളിപ്പിക്കുന്നതും എനിക്ക് സീനിയർ അയാള് എല്ലാ നമ്മളെ ദേഖ്പാലാക്കുന്ന കളിനെ പറ്റിയിട്ട് അയാളും റൂട്ട് എങ്ങനെ വേണം. അപ്പൊ അതിന്റെ സ്റ്റഡെല്ലാം മുന്നില്ലേ മീനെല്ലാം കൊണ്ടിട്ട് കൊമ്പളെ റെഡിയാക്കി തരുന്നതും പിന്നെ ഗോലി വന്ന് ഞങ്ങളെ കളിപ്പിക്കുന്നതും. സ്റ്റഡി വെക്കാറുണ്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഓറയിൽ മാത്രം ശരി റെഡിയാക്കിട്ട് എല്ലാ ഷൂ അല്ല കഴിപ്പില്ലേ അയാൾ തന്നെ അപ്പൊ ഒരാളും ഇല്ലേ ആൾക്കാരെ കൈ കുടിച്ചോണ്ട് വന്നിട്ട് അയാള് ഞാന് അതിനാ ചെന്നത് മറ്റേ പാർലെ അബ്ബാസ് ഞങ്ങളുടെ ബാക്കിൽ എന്നെ അനിയൻ സാലി ഞങ്ങളുടെ ഡിഫൻഡർ അതിന് ഞാനാണ് സ്ട്രോങ്. നമ്മള് പറയലുണ്ട് മമ്മൂസാനെ പറ്റിട്ട് 60കളിലെ മാരഡോണാണ് മമ്മൂസാനെ പറ്റിട്ട്. മമ്മൂസൊക്കെ ഇഷ്ടമായിരുന്നു ആ സമയത്ത് പറയുന്നത്. അപ്പൊ മറഡോണ പറ്റിയില്ല. നിങ്ങൾക്കൊരു സത്യം അറിയോ? മമ്മസ് മൊഗ്രാലിന് എതിരായിട്ടാണ് ആദ്യം കളിച്ചത്. കുമ്പളക്ക് വേണ്ടിട്ട് മൊഗ്രാലിന് എതിരായിട്ട് കളിച്ചത്. കളിണ്ടായി ഇതേ പോയിടൂ ഭയങ്കര കളിക്കാർ മോശമില്ല. നല്ല ബോൾ കൺട്രോള്, നല്ല കളി, മോശമില്ല. ഒന്നും കൂടി കൊണ്ടുവരാൻ ആളില്ല. അതെ അതെ, കൂടുതൽ ആൾക്കാർ അത്രയും കൂടെ ആത്മാർത്ഥം ഉണ്ടാവുകൊണ്ടാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ ഒരേ സ്ഥലത്ത് വീട് അടുത്തടുത്തായിരുന്നല്ലോ. അലിച്ചാക്ക് ഒരുപാട് പറയാനുണ്ടോ? പിന്നെ വെക്കേഷനിൽ മാത്രം എല്ലാ ടൈമും വരും. ഒരു മാസത്തേക്ക് ഡിഫറെന്റ് ഡ്രസ്സായി അങ്ങനെ മമ്മസ്റ്റാനെ പോലെ ഇതിന്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. ഇത് ഷാജുവിന്റെ ഇളയ മകൻ. പേര് എത്ര പഠിക്കുന്നു? ഫോർത്തിലല്ലേ? അബുദാബി. ഞങ്ങളിപ്പോ സിദ്ദീഖ് ഖാന്റെ വീട്ടിലാണ്. അതിന് മുമ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. പറഞ്ഞോളാം. എന്താച്ചാ നാട്ടിലെ ഒരു പ്രമാണിയാണ് ഇവര്. സിദ്ദീഖ് അലി മൊഗ്രാലിന്റെ വീട്ടിൽ ഇദ്ദീൻ ഖാന്റെ മമ്മിച്ചാന്റെ മകനാണ് സിദ്ദീഖ് അലി. അപ്പോൾ ആദ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തേക്ക് സിദ്ദീഖിന്റെ ഫാദർ അന്ന് മൊഗ്രാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ല മൊഗ്രാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. പിന്നെ മൊഗ്രാൽ പഞ്ചായത്ത് യുനാനി ഹോസ്പിറ്റലിൽ അത് ആദ്യം മൊഗ്രാൽ പഞ്ചായത്ത് നമുക്ക് അറിഞ്ഞിട്ടിരുന്നല്ല. അത് മൊഗ്രാൽ പഞ്ചായത്ത് ഓഫീസാണ് ആദ്യം മൊഗ്രാൽ പഞ്ചായത്ത്. പിന്നെ അപ്പൊ ആ സമയത്ത് ഇദ്ദീൻ ഖാന്റെ മമ്മി പ്രസിഡന്റ്. അന്ന് ഇങ്ങനെ ഈ ബാലറ്റിലൂടെ അല്ല, ഇങ്ങനെ എല്ലാവരും കയ്യിൽ മുക്കിയിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു
ഒരു ഇതായിരുന്നു ആ കാലത്ത് പോയിട്ടില്ല. പിന്നൊന്ന് അതിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം ഇവിടെ MC ആജി കുമ്പള പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ MC ആജി അന്ന് ബാലറ്റിലൂടെ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട MC ആജിയാണ്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം അടുത്ത ഒരു 10 വർഷം മുമ്പ് സിദ്ദീഖ് അലി മുഗാൽ അന്ന് കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചുരുങ്ങിയ കാലത്തുണ്ടായിരുന്നു സിദ്ദീഖ് അലി മുഗാൽ. ഇപ്പോഴും ഇവിടെ നാട്ടിൽ ഒരുപാട് ഷട്ടിൽ കളീനൊക്കെ പ്രോത്സാഹിപ്പിച്ച് നാട്ടിൽ ഷട്ടിൽ കളീനെ ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുത്തിയെന്ന് സിദ്ദീഖ് മുഗാൽ പറയാം. നല്ലൊരു കളിക്കാരനും കൂടിയാണ്. കളിക്കാരനും കൂടിയാണ്. ഒട്ടനവധി താരങ്ങൾ അദ്ദേഹം വളർത്തിണ്ടാക്കിയത്. സ്വന്തം പറമ്പിൽ തന്നെ സ്വന്തം ചെലവിലാണ് ആദ്യം ഈ ഗ്രൗണ്ടും ഈ ബാറ്റൊക്കെ ആള് സെൻട്രൽ സ്കൂളിന്റെ ആ സ്ഥലത്ത് പിന്നെ ഒരുപാട് ടൂർണമെന്റുകൾ ആദ്യം നടന്നുണ്ട് ഷട്ടിലിന്റെ. സ്പെഷ്യൽ ഗ്രാമം വിളിക്കുന്നു എന്ന ഡോക്യുമെന്ററിയുടെ ഷൂട്ടിംഗ് നടന്നത് ഈ സിദ്ദീഖ് അലി മുഗാലിന്റെ വീട്ടിലാണ്. മുഗലാലിനെ കുറിച്ചുള്ള ഒരുപാട് ഡോക്യുമെന്ററി എല്ലാം ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ഏകദേശം ഉടനെ. ഇതിന്റെ 2 years ബാക്ക് നമ്മുടെ ഒരു പരിപാടി ആക്കിയില്ല. ആ ലണ്ടനിൽ നിന്ന് വന്ന ഒരു പാർട്ടിയെല്ലാം വന്നിട്ട് നമ്മുടെ ഒരു ആള് മാപ്പിളപ്പാട്ടിനെ കുറിച്ചിട്ട് അന്വേഷിച്ചല്ലോ ഒരു ഇത് ചെയ്യാൻ വേണ്ടി പ്രബന്ധമെല്ലാം ചെയ്യാൻ വേണ്ടി ഏഷ്യാനെറ്റിൽ വന്നിട്ട് നമ്മള് ഏഷ്യാനെറ്റിന്റെ എനിക്ക് ഇത്ര പഴയ വീട് മുഗലാൽ വേറെ ഇല്ല. എല്ലാ വീടും ഏറ്റവും അവസാനം നമ്മള് റഹ്മാനിയ അവിടെയായിരുന്നു നമ്മൾ കുറെ ഷൂട്ടിംഗ് നടത്തി കുറെ പാട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലും ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പഴമയോട് നിലനിർത്തിയിട്ടുള്ള അതിന്റെ ഒരു വെച്ച് ഞങ്ങളാണ് അപ്പൊ പിന്നെ മാറ്റി അങ്ങനെ ഞങ്ങളിപ്പോ KS അബ്ദുള്ള സെൻട്രൽ സ്കൂളിന്റെ മുമ്പിലാണ് ഇപ്പോൾ. KS അബ്ദുള്ള സ്കൂള് ഇവിടെ മായി മാഷാണ് ഇതിന്റെ ഇപ്പൊ മാനേജറും ഇതിന്റെ ഇൻചാർജിലായിട്ടുള്ള മായി മാഷ്. വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നല്ല നിലവാരം ഉള്ള ഒരു സ്കൂളാണ്. ഇത് ഈ ബൈപ്പാസ് നേരെ എത്തുന്നത് മറ്റേ മീലാദ് നഗർ അല്ലേ? അവിടുന്ന് കുന്നില പള്ളിക്ക് അവിടുന്ന് ഇത് നമ്മളെ അദ്ദിൻചാന്റെ ബറോഡ ബറോഡയിൽ കച്ചവടം ചെയ്തിരുന്നത് മുഹമ്മദ് ചാന്റെ അവരാ മുഹമ്മദ് കുഞ്ഞിയുടെ അബ്ബാസ് ചാന്റെ അവരാ പറഞ്ഞതാ. അബ്ബാസിന്റെ വീട് അപ്പുറത്ത് KP ചാന്റെ അവരല്ലേ? KP ചാന്റെ അവരല്ലേ? ഇത് അഷ്റഫിന്റെ വീട്. ഇസ്മായിൽ ചാന്റെ ഗോവയിൽ കുട്ടികളുണ്ട്. കണ്ണമളപ്പ് റോഡ് ഇവിടേക്ക് അവസാനിക്കുകയാണോ? അതാണ് നാങ്കി പള്ളി, പ്രസിദ്ധമായ നാങ്കി മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദാണ്. അവളച്ച ഉണ്ടായിരുന്നത് ഇവിടെ ഓതിച്ചുകൊണ്ടും കിടാക്കൽ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. പള്ളിയിൽ എന്നിട്ട് മുഗലാലി സ്കൂളിൽ വന്നിട്ട് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടായിരുന്നു ഓത്ത്. ആ സമയത്ത് 10 മണി വരെ. അതിന്റെ ശേഷം ഇവിടെ കാഞ്ഞു മുക്കുറിച്ച ഫേമസ് ആയി. കാഞ്ഞു മുക്കുറിച്ച നമ്മുടെ കുമ്പളത്തെ താജ് ഹോട്ടലിൽ ശേഷം പള്ളി മിഞ്ഞോ നമ്മൾ വലുതാക്കിയത് ഇപ്പൊ അടുത്ത കാലത്ത്. ഇപ്പൊ ചുമ വലുതാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും നടന്നുകൊണ്ട് പോയിക്കൊണ്ടേ. ഇപ്പൊ ട്രെയിനായതുകൊണ്ട് ഇതിലെ പോക്കേയില്ല. അതിലെ പോയിട്ട് വരും. ഇതിലെ പോകാനേ പേടിയാണ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ റെയിൽവേ ഉണ്ടല്ലോ. പിന്നെ ഒരു കാലത്ത് നാങ്കിലെ പടി ഞങ്ങൾ അസനാർച്ചന്റെ പീടിയുണ്ടായിരുന്നു. കുറച്ചപ്പുറത്തെ പരിപാടി അസനാർച്ചന്റെ ആടുന്ന് നോമ്പിന്റെ കാലത്ത് എന്റെ പേരിന്റെ പത്തായ പിന്നെ റെയിൽവേ ഇപ്പുറത്തെ പള്ള അപ്പുറത്തെ സൈഡ്. ആടുന്ന് ഞങ്ങൾ വൈകുന്നേരം മഗ്‌രിബിന്റെ സമയത്ത് നോമ്പെല്ലാം തുറക്കാൻ ഇവർക്ക് കൂട്ടത്തോടെ വരും. നമ്മൾ ആമുച്ചാന്റെ സ്ഥാപിച്ചെല്ലാം ഉണ്ട്. സോബീസ്കാരൊക്കെ അടക്കം ഞങ്ങൾ അത്തായം വെച്ചിട്ട് ഈ പള്ളിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മള് മുഞ്ഞു പോയിലർച്ച
ഇവിടെ ഉസ്താദായിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തേക്ക് വയറ് പറയുന്നു. ഭയങ്കര മജയായിരുന്നു ആ സമയത്ത്. പുതിയ അറിവേ പുതിയ അതിന് മഞ്ഞ് വളർച്ചവും ഇവിടെ പള്ളിയിലുണ്ടായിരുന്ന സമയത്ത് രാത്രി എപ്പോഴും നോമ്പിന് ഫേമസ് പള്ളിമുക്കറി കാഞ്ഞൂർച്ചാനറിയോ താജിന്റെ അയാള് ഹോട്ടലിൽ ആക്കിയത് ഇവിടെ ഫസ്റ്റ് ഹോട്ടലിനെ ഫസ്റ്റ് തുടങ്ങിയ ഹോട്ടൽ തുടങ്ങിയ അങ്ങനത്തെ ഒന്നും ചായ അല്ല നിങ്ങളെന്ന് പറഞ്ഞു നിങ്ങൾ ഫേമസ് അവിടെ പഠിക്കാത്ത ആളില്ല. നമ്മുടെ നാട്ടിൽ ഒരു വകയുണ്ട് ആൾക്കാരെല്ലാം ഞങ്ങളുടെ ഇച്ഛ ഞങ്ങൾ ഹാജി മുഹമ്മദ് ജീനി പറഞ്ഞുകൊണ്ട് ഇവിടെ പഠിച്ചുകൊണ്ട് അപ്പൊ തൊപ്പി വെച്ചിട്ട് ഓൻ കളിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഹാജി അപ്പച്ചൻ വിളിച്ചുകൊണ്ടാണ് ഏത് കളിക്കാൻ്റെ സൂട്ടുള്ളൊരു മുഹമ്മദ് ജി ഡേഞ്ചറിന്റെ പാർട്ടി എന്റെ ഞങ്ങളെ കൊളറൊടുക്കം മുളവട്ടി സ്റ്റാർ പാർട്ടി ഞങ്ങളെപ്പോഴും മാച്ച് എല്ലാം കൊളറൊടുക്കം മുളവട്ടി സ്റ്റാർ ഞങ്ങളവിടെ പരിപാടി ഈ ഡേഞ്ചർ കുട്ടികൾ പോലെ ഉണ്ടായി ഇവിടെ പോലെ ആദ്യത്തെ ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങിയത് ഇസ്മാലി മുക്രിച്ചാണ് ഇവിടുത്തെ ആദ്യത്തെ ഇവിടെ ഗുരു എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും അന്ന് ഖുർആൻ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ അറബി മലയാളം പഠിപ്പിച്ചതും അന്ന് ആ കാലത്ത് തന്നെ പെണ്ണുങ്ങളടക്കം അല്ലെ പെണ്ണുങ്ങളടക്കം പഠിച്ചോണ്ടായിരുന്നു. എന്റെ ഉമ്മ മുതല് 2-3 ആലിമുകൾ എല്ലാവരും പഠിക്കുന്ന വിടുന്നു. ഏകദേശം പണ്ഡിതന്മാരില്ല മുകളിലെ എല്ലാ പണ്ഡിതന്മാരും കോട്ട ഉസ്താദ് യു എം ഉസ്താദ് പോലുള്ള മുസ്ലിം പോലുള്ള പണ്ഡിതന്മാരെല്ലാം പഠിച്ചത് ബോർഡ് അവിടെ സ്കൂളിൽ ബോർഡ് ഉണ്ടായിരുന്നു. ആദ്യത്തെ മദ്രസ മലയാള അക്ഷരം വന്ന് പഠിപ്പിച്ചോണ്ടായിരുന്നു. സ്കൂളല്ലേ മലയാള അക്ഷരം ഇവിടുന്ന് പഠിച്ചിട്ട് ഏകദേശം ഇല്ല ഒരു ഏകദേശം 10 വയസ്സിലാണ് മുഗൾ സ്കൂളിലൊക്കെ ആൾക്കാർ പഠിക്കാൻ അവിടെ ചേരുന്നത്. പിന്നാണ് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ അയാളായിരുന്നല്ലോ എടുത്ത് മൊയ്തീൻ പള്ളിന്റെ അയാള് ഇതായിരുന്നു ഇമാമായിരുന്നു. മൊയ്തീൻ പള്ളിയിലായിരുന്നു സേവനം അനുഷ്ഠിച്ചത്. മരിച്ചിട്ട് എത്ര വർഷവും? എന്റെ ഉമ്മ ഇടുന്നു 50 കൊല്ലം കഴിയും. 50 കൊല്ലം പാങ്ങ ഓർമ്മ മക്കളാരല്ലോ ഇബ്രാഹിച്ച അതിനഞ്ച മമ്മച്ച ഒരു മോളെ കെട്ടിനത് എന്റെ ഉപ്പാന്റെ കാക്ക ഹാജി കുഞ്ഞമ്മദ് മുസ്ലിയാർ മംഗലാപുരത്തെ വലിയ പള്ളിയിലത്തെ നല്ലൊരു പണ്ഡിതനായിരുന്നു. പിന്നെ കോട്ട ഉസ്താദ് ഉണ്ടായിരുന്നു അവിടെ എന്റെ ഉപ്പാന്റെ കാക്ക കോട്ട ഉസ്താദ് ഉണ്ടായിരുന്നു അവിടെ പോയി ആ നാട് സയ്യിദ് തങ്ങ ഒരാളെ പൊരയിൻ്റെ അങ്ങനെ ഉപ്പുണ്ട് ഒരപ്പുറത്തേക്ക് 15 അങ്ങനെ നമ്മുടെ ദേവിന്റെ നമ്മളെ ഫേമസ് അന്തിച്ച എന്നിട്ട് അയാള് വന്നിട്ട് ഇവിടെ ടീ ഷോപ്പ് ഉണ്ടാക്കി. അന്തിച്ചാന്റെ ഹോട്ടലാണ് ഭയങ്കര ഫേമസ്. ഇപ്പൊ മറന്നിട്ടില്ല കറി ഫ്രീ ഗ്രീസ് അടിക്കല് സംശുന്റെ ഹോട്ടലിലേക്ക് കയ്യോന്ന് നിങ്ങളെ ഹോട്ടൽ അത് പോരാത്ത ഒരാൾക്ക് മറക്കാൻ പറ്റില്ല. അല്ല വേറെ സൗകര്യം ആ കുറുമക്ക് പേര് എന്ത് എരിമക്കുറുമെന്നാണ് എന്താ അന്നിച്ചാല് കറിക്ക് ഒരു കറി ഉണ്ടല്ലോ ഫുഡിനെ പറ്റി നമ്മളെ ഫുഡിന് മെയിനാണ്. ഫുഡിനെ പറ്റി പറയുമ്പോഴേക്ക് നമ്മളെ ഈ ഹോട്ടലിനെ പറ്റി രണ്ടര ഹോട്ടലിൽ കഴിക്കാത്ത ആരുണ്ടാവില്ല. ആടുന്ന് ഫുഡ് കഴിക്കാത്ത മൊഗ്രാലത്ത് ആരുണ്ടാവില്ല. ഒരാളുണ്ടാവില്ല. പൊറോട്ടയ്ക്ക് എത്ര കറി വേണം വയ്ക്കാൻ ഒരു മടി എത്ര കറി ഇത് മസ്ജിദ് തഖ്വ ആദ്യം അതിനെ ഇതാക്കിയതാണ് വിപുലീകരിച്ച്.